ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയ ഒരു മൂവിയാണ്. കുട്ടിക്കാലങ്ങളിൽ നമ്മൾ കേട്ടു ശീലിച്ച ഫാന്റസി കഥകൾ പോലത്തെ ഒരു കഥയാണിത്. മാൻ ഇൻ ദി സ്യൂട്ട് കേസ്. ഈ മൂവിയുടെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിലും കോപ്പിറൈറ്റ് മൂലം അത് എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റായി. ഇതിൻ്റെ കഥ വളരെ ഡിഫറെൻ്റ് ആയതിനാൽ വീണ്ടും നിങ്ങളോട് പറയണമെന്ന് തോന്നി. അങ്ങനെ എന്താണ് ഇതിൽ ഡിഫറെൻ്റ് ആയി ഉള്ളതെന്ന് നോക്കാം. ഒരു പയ്യൻ ട്രാവലിംഗ് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അവൻ അവിടെ വെച്ച് ബാഗ് മാറിപ്പോകുന്നു. അവന്റെ ബാഗിന് പകരം വേറൊരു ബാഗാണ് അവന് കിട്ടുന്നത്. ആ പെട്ടിക്കുള്ളിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമുണ്ട്. ആ പെട്ടിക്കുള്ളിൽ ഒരു മനുഷ്യനെ 4 മടക്കി വെച്ചിരിക്കുന്നു. എന്നെ എങ്ങനെ രക്ഷിക്കണേ എന്ന് അയാൾ പറയുന്നു. പക്ഷെ അയാളെ രക്ഷിക്കാൻ അവൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ അവർ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നടക്കുന്നു. അയാളെ പെട്ടിയിൽ നിന്നും രക്ഷിച്ചോ അതോ അതിൽ വെച്ച് തന്നെ കൊന്നു കുഴിച്ചു മൂടിയോ എന്ന് നോക്കാം. എന്തായാലും കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ജസ്റ്റിൻ എന്നൊരു പയ്യനെ കാണിക്കുന്നു. അവൻ എവിടെയോ പോയി തിരിച്ചു വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നു. അവന്റെ ഫേസ് കണ്ടാൽ അറിയാം ആള് കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല, എനിക്ക് നിന്നെ വേണ്ടുന്ന ഗേൾഫ്രണ്ട് അവന് മെസ്സേജ് ചെയ്യുന്നു. വീടിന്റെ റെന്റ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് കൂടി പോയി. അവൻ ആകെ സങ്കടത്തിലാകുന്നു. എങ്കിലും സാരമില്ല, പോകാമെന്ന് കരുതി നോക്കുമ്പോൾ അവന്റെ സ്യൂട്ട് കേസ് മാത്രം വരുന്നില്ല. എല്ലാവരുടെയും സ്യൂട്ട് കേസും ബാഗുമൊക്കെ വന്ന് എല്ലാവരും പോയി. ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ സഡൻലി അവന്റെ സ്യൂട്ട് കേസ് വരുന്നു. ഓ, ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ച് സ്യൂട്ട് കേസ് എടുത്ത് അവൻ പുറത്തേക്ക് പോകുന്നു. പക്ഷേ തുണികളെല്ലാം പുറത്തേക്ക് പോയി അവന്റെ സ്യൂട്ട് കേസ് ആ റോളറിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ജസ്റ്റിൻ കൊണ്ടുപോയിരിക്കുന്നത് വേറെ ആരുടെയോ സൂട്ട് കേസാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ പുറകിൽ സൂട്ട് കേസും വെച്ച് അവൻ കാർ ഡ്രൈവ് ചെയ്യുന്നു. സൂട്ട് കേസ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്മോക്ക് ചെയ്തുകൊണ്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് അവന്റെ കൈ പൊള്ളുന്നു. ആ ടെൻഷനിൽ സിഗരറ്റ് പുറത്തേക്ക് കളയുമ്പോൾ അറിയാതെ അവന്റെ ഗേൾ ഫ്രണ്ടിന് വീഡിയോ കോൾ പോകുന്നു. ഓ, ഈ മാരണത്തിനാണല്ലോ കോൾ പോയതെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്തിനാണ് എനിക്ക് കോൾ ചെയ്യുന്നത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിവിടെ വേറെയും ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. നിനക്ക് വീടിന് റെന്റ് കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്തവനാണ്. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നു. ജസ്റ്റിൻ അവളെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ബൈ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ അവൻ വീട്ടിൽ വരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ സ്യൂട്ട് കേസ് വെച്ചിട്ട് TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നു. നീതി കൊണ്ടുവരുന്ന ഭൂതത്തിന്റെ കാർട്ടൂൺസ് ആണ് ആൾ കാണുന്നത്. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. സഡൻലി താഴെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന സ്യൂട്ട് കേസ് അവന്റെ അടുത്ത് വരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന ആശ്ചര്യത്തോടെ അവൻ നോക്കുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന സ്യൂട്ട് കേസിൽ നിന്നും ഒരു വോയിസ് കേൾക്കുന്നു. പെട്ടെന്ന് അവൻ ഇരുന്നിടത്തു നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. സഡൻലി ചിരിച്ചുകൊണ്ട്, എടാ ആലക്സ്, ഇത് നിന്റെ പണിയാണോ? ഞാൻ നല്ല ദേഷ്യത്തിലിരിക്കുമ്പോൾ ഇതുപോലത്തെ പണിയും കൊണ്ട് വരരുത് എന്ന് ചോദിക്കുന്നു. വെളിയിൽ വാഴയെന്ന് അവൻ വിളിക്കുന്നു. പിന്നെയും സ്യൂട്ട് കേസിൽ നിന്നും സൗണ്ട് വരുന്നു. അലക്സ് ഒന്നും ഇവിടെയില്ല, ആദ്യം നീ എന്നെ രക്ഷിക്കുന്ന ആ സ്യൂട്ട് കേസിൽ നിന്നും ആരോ പറയുന്നു. സത്യത്തിൽ ആ സ്യൂട്ട് കേസിനുള്ളിൽ നിന്നും തന്നെയാണ് വോയിസ് കേൾക്കുന്നത്. അവൻ ആ സ്യൂട്ട് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ 4 ഒടിച്ച് മടക്കി വെച്ചിരിക്കുന്നു. അയാൾ എന്നെ വെളിയിലിറക്കുന്ന പറയുന്നു. പക്ഷെ ജസ്റ്റിൻ അത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അതിന് നിങ്ങൾ എന്താണ് പറയുന്നത്, എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് ജസ്റ്റിൻ പറയുമ്പോൾ എന്റെ ഫേസ് നിന്റെ സൈഡിലേക്ക് തിരിക്കെന്ന് ആ മനുഷ്യൻ പറയുന്നു. ജസ്റ്റിൻ പതുക്കെ അയാളുടെ തല അവന്റെ നേരെ തിരിക്കുന്നു. ആരാടാ നീ, എന്തിനാടാ എന്റെ പെട്ടിയിൽ കയറിയതെന്ന് ജസ്റ്റിൻ ചോദിക്കുമ്പോൾ അതിനത് നിന്റെ പെട്ടി അല്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറയുന്നു. ശരി, നിങ്ങൾ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നതെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ഒരുത്തൻ എന്നെ ഒടിച്ചു മടക്കി ഇതിനുള്ളിലാക്കിയതാണ്, ദയവായി എന്നെ രക്ഷിക്കുന്ന അയാൾ അവനോട് പറയുന്നു. നീ വന്ന് എന്റെ കാല് മാത്രം പെട്ടിയിൽ നിന്നും വെളിയിൽ വയ്ക്ക്, പിന്നെ ഞാൻ എഴുന്നേറ്റോളാമെന്ന് അയാൾ പറയുന്നു. അയ്യോ, എനിക്ക് പേടിയാ, വേണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാമെന്ന് അവൻ പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, നീ എന്നെ വെളിയിലിറക്കിയാൽ മതിയെന്ന് അയാൾ പറയുന്നു. ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് കുഴപ്പം? ഞാൻ ഒത്തിരി തവണ പോയിട്ടുണ്ട്, എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ജസ്റ്റിൻ പറയുന്നു. നീ ഒന്ന് മനസ്സിലാക്ക്, ടൈം ഒട്ടും കളയാനില്ല. എന്നെ ഒത്തിരി ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. സോ
സോ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വെളിയിൽ ഇറക്കടാ എന്ന് അയാൾ പറയുന്നു. നിന്നെ ഇതിൽ തന്നെ അടച്ച് എവിടെ നിന്ന് കിട്ടിയോ അവിടെ തന്നെ കൊണ്ടുപോയി വിടുമെന്ന് ജസ്റ്റിൻ പറയുന്നു. നീ അത്രയും കഷ്ടപ്പെടണ്ടല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്ത് വെളിയിൽ കൊണ്ടുപോവാ, ഞാൻ തന്നെ പൊയ്ക്കൊള്ളാമെന്ന് അയാൾ പറയുമ്പോൾ, ഓ അതും ശരിയാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം ഇപ്പോൾ എന്ന് അവൻ ചോദിക്കുന്നു. അതിന് എന്റെ കാല് പിടിച്ച് ആദ്യം പെട്ടിക്ക് വെളിയിൽ വെക്കാൻ അയാൾ പറയുന്നു. ജസ്റ്റിൻ അയാളുടെ കാല് വെളിയിലെടുക്കാൻ വലിക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ കരയുന്നു. അപ്പോൾ അയാളുടെ വായിൽ നിന്നും ഒരു ഗോൾഡ് കോയിൻ ജസ്റ്റിന്റെ കയ്യിലേക്ക് വീഴുന്നു. അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ അയാളോട് ചോദിക്കുമ്പോൾ, ഇത് തന്നെയാണ് എന്റെ പ്രശ്നമെന്ന് അയാൾ മറുപടി പറയുന്നു. ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞാൽ എന്റെ വായിൽ നിന്നും ഗോൾഡ് വരും, അതുകൊണ്ടാണ് എന്നെ പലരും തേടിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതും. ദയവ് ചെയ്ത് എന്നെ വെളിയിൽ കൊണ്ടുവരുവാണെങ്കിൽ നിനക്ക് ഒത്തിരി ഗോൾഡ് തരാമെന്നും നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരാമെന്നും അയാൾ പറയുന്നു. ഒന്നും മിണ്ടാതെ ജസ്റ്റിൻ നിൽക്കുന്നത് കണ്ടിട്ട്, ശരി നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ആദ്യം പോയി ഈ ഗോൾഡ് കോയിൻ ചെക്ക് ചെയ്യ, ഇത് ഒറിജിനൽ ആണെങ്കിൽ നീ എന്നെ ഇതിൽ നിന്നും രക്ഷിക്കണം, ഇതുപോലെ നിനക്ക് ആവശ്യത്തിന് ഞാൻ ഗോൾഡ് തരാമെന്നും അയാൾ പറയുന്നു. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് സൂട്ട് കേസ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അവൻ പോയി കിടക്കുന്നു. മിഡ് നൈറ്റിൽ ഒരു 3 പേര് ഈ പെട്ടിയെ നോക്കി വരുന്നു. അവര് ഗണ്ണെടുത്ത് പെട്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. സഡൻലി അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഓ ഇതെല്ലാം സ്വപ്നമായിരുന്നോ, ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസേ ഇല്ലെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ടേബിളിൽ ഗോൾഡ് കോയിൻ ഇരിക്കുന്നു. ഇതെല്ലാം സത്യമായിരുന്നോ എന്നോർത്ത് അവൻ ആ ഗോൾഡ് കോയിൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. കടയിലെ ആൾ, ഇത് പഴയ വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡ് കോയിൻ ആണ്, ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്കിതൊരു പഴയ സ്യൂട്ട് കേസിൽ നിന്നും കിട്ടിയതാണെന്ന് ജസ്റ്റിൻ പറയുന്നു. പഴയ രാജകാലഘട്ടത്തിലെ കോയിനാണ്, വളരെ വാല്യുബിൾ ആണെന്നും അയാൾ പറയുന്നു. വേറെയും സ്യൂട്ട് കേസിൽ കോയിൻസ് ഉണ്ടോ എന്ന് നോക്ക്, ഞാൻ തന്നെ മേടിച്ചോളാം എന്നും അയാൾ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അവന്റെ ഫ്രണ്ട് അലക്സിനോട് നടന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റിൻ പറയുന്നു. നിനക്കെന്നെ വട്ടാണോ, രാവിലെ പിച്ചും പയ്യും പറയാതെ എഴുന്നേറ്റ് പോടാ എന്ന് അലക്സ് പറയുന്നു. നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ, സ്യൂട്ട് കേസും അയാളെയും ഞാൻ കാണിച്ചു തരാമെന്ന് അവൻ അലക്സിനോട് പറയുന്നു. റെന്റ് കൊടുക്കാത്തതിന് ഹൗസ് ഓണർ എന്നെ തപ്പി നടക്കുക, അങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നീ വിളിച്ചതല്ലേ, പോയേക്കാമെന്ന് അലക്സ് പറയുന്നു. 2 പേരും കൂടി വീട്ടിൽ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തു നിന്നും ജസ്റ്റിന്റെ ഗേൾ ഫ്രണ്ട് പുറത്തേക്ക് വരുന്നു. നിനക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും നീ ഒരാളെ കൊല്ലുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്ന് ഗേൾ ഫ്രണ്ട് അവനോട് പറയുന്നു. ജസ്റ്റിൻ ഇത് കേട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ വീട്ടിലുള്ള എൻ്റെ തിങ്സ് ഒക്കെ എടുക്കാൻ വന്നതാണ്, അപ്പോൾ നിന്റെ റൂമിനുള്ളിലെ സൂട്ട് കേസിനുള്ളിൽ നീ ഒരാളെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടു എന്ന് അവൾ പറയുന്നു. അയ്യോ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റിൻ അവളോട് പറയുന്നു. ആഹാ, അപ്പോ ഇവ പറഞ്ഞതൊക്കെ സത്യമാണ്. ഗോൾഡ് കോയിൻ, സ്യൂട്ട് കേസ്, മനുഷ്യൻ, കൊള്ളാലോ, അടിച്ചു മോനെ ബമ്പർ എന്ന് പറഞ്ഞ് അലക്സ് വീടിനുള്ളിലേക്ക് ഓടുന്നു. സ്യൂട്ട് കേസ് അവർ തുറന്നു നോക്കുമ്പോൾ രക്ഷിക്കണേ എന്ന് സ്യൂട്ട് കേസിനുള്ള മനുഷ്യൻ പറയുന്നു. ജസ്റ്റിനും ഗേൾഫ്രണ്ടും കൂടി ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അയാൾ സ്യൂട്ട് കേസിൽ നിന്ന് പുറത്തേക്ക് വലിക്കുന്നു. വേദന സഹിക്കാതെ അയാൾ കരയുന്നു. പുള്ളിക്കാരൻ കരഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗോൾഡ് കോയിൻ വരും. അതുപോലെ അയാൾ കരയുമ്പോൾ ഗോൾഡ് കോയിൻ തറയിലേക്ക് വീഴുന്നു. ഇത് കണ്ട്, നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, നമുക്ക് ഇയാളെ വെച്ച് കോടീശ്വരനാകാമെന്ന് അലക്സ് ജസ്റ്റിനോട് പറയുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നും വേണ്ടെന്ന് ജസ്റ്റിൻ പറയുമ്പോൾ, നമുക്ക് റിച്ച് ആകാടാ, എന്ത് കിട്ടിയാലും നമുക്ക് 3 പേർക്കും കൂടി വീതിച്ചെടുക്കാമെന്ന് അലക്സ് പറയുന്നു. പൊന്മുട്ടയിടുന്ന താറാവാടാ ഈ കിടക്കുന്നത്, ഇവനെ വെച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കി എൻജോയ് ചെയ്യാമെന്ന് അലക്സ് പറയുന്നു. എന്തായാലും ഇയാളും ഒരു മനുഷ്യനല്ലേ, ഇപ്പോൾ ഇയാളെ ആ സ്യൂട്ട് കേസിൽ നിന്നും രക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ജസ്റ്റിൻ പറയുമ്പോൾ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ എന്ന് അലക്സ് ചോദിക്കുന്നു. ഓ മോനെ അലക്സേ, ആദ്യം എന്നെ ഈ പെട്ടിയിൽ നിന്ന് രക്ഷിക്കുക, നിനക്ക് ആവശ്യത്തിന് ഗോൾഡ് കോയിൻ തരാമെന്ന് സ്യൂട്ട് കേസിനുള്ളിലെ മനുഷ്യൻ പറയുന്നു. ബട്ട് അലക്സ് സ്യൂട്ട് കേസ് ക്ലോസ് ചെയ്ത് റൂമിന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് പണിക്കെട്ടിന് താഴേക്ക് തള്ളിവിടുന്നു. സ്യൂട്ട് കേസ് ഉരുണ്ടുരുണ്ട് ലാസ്റ്റ് താഴെ വരുമ്പോൾ അതിൽ നിന്നും ധാരാളം ഗോൾഡ് കോയിൻസും പുറത്തേക്ക് വീഴുന്നു. ആ വീഴ്ചയിൽ സ്യൂട്ട് കേസിനുള്ളിലെ ആൾക്ക് അത്രത്തോളം വേദന ഉണ്ടായി കാണും. അയാളുടെ കരച്ചിലാണല്ലോ ഗോൾഡ് കോയിനായിട്ട് മാറുന്നത്. ശരി, 24 മണിക്കൂർ ഇയാളെ യൂസ് ചെയ്തിട്ട് നമുക്ക് രക്ഷിക്കാമെന്ന് ജസ്റ്റിനും സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സ്യൂട്ട് കേസിനുള്ളിലെ മനുഷ്യരെ ഇവർ 3 പേരും കൂടി ടോർച്ചർ ചെയ്ത് ഗോൾഡ് കോയിൻ എടുത്ത് വിറ്റ് ക്യാഷാക്കുന്നു. അയാളെ വേദനിപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യന് പല്ല് പറിക്കുന്നു, ചവിട്ടുന്നു, അടിക്കുന്നു, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നു. ഇങ്ങനെ അയാളെ ക്രൂവലായി വേദനിപ്പിക്കുന്നു. വേദന സഹിക്കാതെയുള്ള അയാളുടെ കരച്ചിലിൽ ഗോൾഡ് കോയിൻസിന്റെ മഴ തന്നെ പെയ്യുന്നു. 3 പേരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നു. കോസ്റ്റ്ലി ആയ കോസ്റ്റ്യൂംസും പാർട്ടി എല്ലാം നടത്തുന്നു. ഇതിനിടയിൽ ജസ്റ്റിന്റെ ഗേൾ ഫ്രണ്ടും അലക്സും തമ്മിൽ ഒരു അഫെയർ ഉള്ളതായി കാണിക്കുന്നു. അവരെ ജസ്റ്റിൻ അറിയാതെ ഈ റിലേഷൻ മാനേജ് ചെയ്തു പോകുന്നു.
ചെറിയ ഡൗട്ട് തോന്നി ജസ്റ്റിൻ വന്ന് നോക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ അലക്സ് എസ്കേപ്പ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് അയാളെ അലക്സ് ടോർച്ചർ ചെയ്യുമ്പോൾ മതി നിർത്തുന്ന ജസ്റ്റിൻ പറയുന്നു. പക്ഷെ അപ്പോൾ അലക്സ് ഹൈ വോൾട്ടേജിൽ അയാളെ ഷോക്ക് ഏൽപ്പിക്കുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അയാൾ കരയുമ്പോൾ ഗോൾഡ് കോയിൻ ധാരാളം അയാളുടെ വായിൽ നിന്നും വരുന്നു. അതിനുശേഷം ജസ്റ്റിനോട് അയാളെ ടോർച്ചർ ചെയ്യാൻ അലക്സ് പറയുമ്പോൾ ജസ്റ്റിൻ വന്ന ഇലക്ട്രിക് ഷോക്ക് ഓഫ് ചെയ്യുന്നു. ഇനി മതിയടാ, 24 മണിക്കൂർ ഇയാളെ യൂസ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കാമെന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്. 24 hours ഒക്കെ കഴിഞ്ഞു. ഇനി ഇയാളെ രക്ഷിക്കാമെന്ന് ജസ്റ്റിൻ പറയുന്നു. ദയവ് ചെയ്ത് എന്നെ വിടണേ എന്ന് സ്യൂട്ട് കേസിലെ മനുഷ്യനും പറയുന്നുണ്ട്. ജസ്റ്റിൻ്റെ ഗേൾ ഫ്രണ്ടും അലക്സിൻ്റെ കൂടെ കൂടി ഇനിയും അധികം വോൾട്ടേജ് ഷോക്ക് കൊടുക്കുക, അപ്പോൾ ധാരാളം കോയിൻസ് കിട്ടുമെന്ന് അവൾ പറയുന്നു. നമുക്ക് ഇലക്ട്രിക് ഷോക്കിൻ്റെ പവർ കൂട്ടി ഇയാളെ കൊല്ലാം, അപ്പോൾ ഈ വീട് മുഴുവനും ഗോൾഡ് കോയിൻ കിട്ടും. അത് വെച്ച് നമുക്ക് ഒരു കപ്പൽ വാങ്ങി ലോകം മുഴുവൻ ചുറ്റാമെന്ന് അലക്സ് ജസ്റ്റിനോട് പറയുന്നു. ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിൻ പോലീസിന് കോൾ ചെയ്യാൻ തുടങ്ങുന്നു. സഡൻലി ജസ്റ്റിന് ഗേൾ ഫ്രണ്ട് ആ ഫോൺ മേടിച്ച് ചുറ്റുക കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു. നിനക്ക് ഫോണല്ലേ പൊട്ടിക്കാൻ പറ്റൂ, ഞാൻ നേരിട്ട് പോയി പോലീസിൽ പറയുമെന്ന് ജസ്റ്റിൻ പറയുന്നു. ജസ്റ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ചുറ്റിക കൊണ്ട് അവനെ തലയിലടിക്കുന്നു. എടി ദുഷ്ടേ, എന്നാലും നീ എന്നോടിങ്ങനെ ചെയ്തല്ലോ. അവനെ തല ചുറ്റുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പടിക്കെട്ടിറങ്ങുമ്പോൾ അവൻ താഴേക്ക് വീഴുന്നു. അതോടുകൂടി അവൻ്റെ ഉള്ള ബോധവും പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റിൻ മരിച്ചെന്ന് തോന്നുന്നു എന്ന് ഗേൾ ഫ്രണ്ട് അലക്സിനോട് പറയുമ്പോൾ അവൻ അവിടെ കിടക്കട്ടെ, പിന്നെ സമയം പോലെ അവൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യാം. ആദ്യം സ്യൂട്ട് കേസിൽ അയാളെ കൊന്ന് നമുക്ക് ലൈഫ് ലോങ് എൻജോയ് ചെയ്യാനുള്ള ഗോൾഡ് കോയിൻ ഉണ്ടാക്കാമെന്ന് അലക്സ് അവളോട് പറയുന്നു. അയാളെ കൂടി കൊന്ന് 2 പേരുടെ ബോഡിയും കുഴിച്ചുമൂടി നമുക്ക് പാരീസിന് പോകാമെന്ന് അലക്സ് പറയുന്നു. ഇലക്ട്രിക് ഷോ ഹൈ വോൾട്ടേജിൽ വെച്ച് അയാളെ കൊല്ലാമെന്ന് പറഞ്ഞ് അവർ അത് ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് സൂട്ട് കേസിലുള്ള മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങുന്നു. നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അലക്സ് അയാളോട് ചോദിക്കുന്നതിന് നീയൊന്നും പാരീസിന് പോകില്ലടാ, പകരം പരലോകത്തിലോട്ടാ പോകാൻ പോകുന്നതെന്ന് അയാൾ പറയുന്നു. ഇത്രയും വോൾട്ടേജ് പോരാ, ഹൈ പവറിൽ കൊടുക്കണമെന്ന് അലക്സ് പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക് ഷോക്കിന് പവർ കൂട്ടുന്നു. പെട്ടെന്ന് സൂട്ട് കേസിലെ മനുഷ്യന്റെ കണ്ണുകളിൽ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം വരാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അലക്സിന്റെ കയ്യിലിരുന്ന ഇലക്ട്രിക് ബോക്സ് പൊട്ടിത്തെറിക്കുന്നു. ആ സ്യൂട്ട് കേസിൽ നിന്നും നിറയെ പുക പുറത്തേക്ക് വരുന്നു. ആ പുകയ്ക്കുള്ളിൽ നിന്നും ഒരു ഭൂതം പുറത്തേക്ക് വരുന്നു. നിനക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നീയൊക്കെ ആർത്തിമൂത്ത് വളരെ ക്രൂരമായി പെരുമാറി. നിന്നെയൊക്കെ പോലെ അളവിന് അധികമായി ആഗ്രഹിക്കുന്നവരെ തപ്പിയാണ് ഞാൻ വന്നതെന്ന് ഭൂതം പറയുന്നു. പെട്ടെന്ന് 2 സ്യൂട്ട് കേസ് നിലത്ത് വന്നു വീഴുന്നു. ആ പെട്ടി ഓപ്പൺ ആകുന്നു. പിന്നെ 2 പേരുടെ നിലവിളി ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ജസ്റ്റിൻ അഡ്മിറ്റ് ആണ്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അടുത്ത ഫ്ലവേഴ്സും കൂടാതെ ഒരു ലെറ്ററുമുണ്ട്. അതിൽ നീ വളരെ നല്ലവനാണ്, നിന്റെ ഫ്രണ്ട്സിനെ പോലെ നീ ഒരു അത്യാഗ്രഹിയല്ല. നിന്റെ ഫ്രണ്ട്സ് എന്നോട് ചെയ്തതുപോലെയാണ് എന്നെ കിട്ടിയവരെല്ലാം എന്നോട് ചെയ്തത്. പക്ഷെ നീ എന്നെ രക്ഷിക്കാൻ നോക്കി, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. കൂടാതെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്നും എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് സീൻ എയർപോർട്ടിൽ കാണിക്കുന്നു. അവിടെ ആ സ്യൂട്ട് കേസിലുണ്ടായിരുന്ന ആൾ നല്ല ടിപ്പ് ടോപ്പായി വരുന്നു. അയാളുടെ കയ്യിൽ ഒരുപോലെ നിറയെ സ്യൂട്ട് കേസുകളുമുണ്ട്. എയർപോർട്ടിലെ സ്റ്റാഫ് ബിസിനസ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ നഗരത്തിൽ ഞാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ബിസിനസ് കിട്ടിയെന്ന് അയാൾ പറയുന്നു. അടുത്തത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചിരിക്കുന്നു. സ്യൂട്ട് കേസൊക്കെ ഞങ്ങൾ സേഫായി എടുത്തു വെക്കാമെന്ന് പറഞ്ഞ സ്റ്റാഫ്സ് എടുത്തു വെക്കുന്നു. 2 സ്യൂട്ട് കേസ് ലാസ്റ്റായി പോകുന്നു. അതിലാണ് നമ്മുടെ അലക്സും ജസ്റ്റിൻ്റെ ഗേൾ ഫ്രണ്ടും ഉള്ളത്. ആ സ്യൂട്ട് കേസിനുള്ളിൽ കിടന്ന് അവർ ശബ്ദത്തിൽ നിലവിളിക്കുന്നതായി കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അത്യാഗ്രഹം ആപത്ത് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, അതാണ് ഈ കഥയുടെ ആധാരം. ഈ കഥയും എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു മൂവിയുമായി കാണാം. അതുവരെ ടാറ്റാ.